Hello, sweetie. Hi. Hello, darling. What a wonderful sight. കണ്ടോളൂ. Hello. Are you angry? Don't be angry, dear. I want to kiss you. I am waiting there. Okay? ഇതിന് ചേഞ്ച് വാങ്ങിട്ട് വാ. എല്ലാം 1 രൂപ കോയിൻ. ഓക്കെ? എടാ നീ ചാലഞ്ച് ചെയ്തിട്ട് എന്താ അവിടെ വരാത്തത്? കണ്ടോടാ വരും. ഏതെങ്കിലും ഹോട്ടലിലേക്ക്. ഓ ഐ സീ. ഓ യെസ്. നിൽക്കണവിടെ. ഞാൻ ചാർജ് എടുത്ത അന്ന് തന്നെ ഈ സ്റ്റേഷൻ നശിച്ചു പോണെന്ന് കരുതിയാണോടാ നീ ഇടതുകാലി വെച്ച് കയറിയത്?
எனக்கு ஒண்ணுமே புரியல சார். ஒண்ணுமே புரியல. உனக்கு ஒண்ணுமே புரியல. ஒண்ணுமே புரியல சார். இடது காலி வச்சானே உள்ள வருது. என்ன சார் அடிக்கிறீங்க? போடா போடா. സാർ കേസൊന്നും ചാർജ് ചെയ്യാതെ അയാളെ വെറുതെ അങ്ങനെ പറഞ്ഞു വിട്ടാലോ സാറേ? ആ അവനെ വിളിച്ചോണ്ട് പോ. சார் வலது கால உள்ள வச்சா உள்ள வந்தேன் சார். எல்லாம் பிரமாதமா இருக்கும் போங்க. വെരി ഗുഡ്. വലത് കാല് വെച്ച് ഉള്ള വരാൻ ഇതെന്താണടാന്ന് എന്റെ അമ്മായിമ്മയുടെ വീടോ? என்ன சார் இது? என்னடா படா பேஜாரா போச்சு இது. எந்த கால் உள்ள போன தெரியலையே. அண்ணா ഇവിടെ വരാൻ. ഹനുമാൻ ചാടുന്ന മാതിരി ചാടാൻ ഇതെന്താണോ ശ്രീലങ്കയോ? சார் എന്തോ என்ன சார் விளையாடுறீங்க? என்ன எதுக்காக கூப்பிட்டு வந்தீங்க? நம்ம எல்லாம் பழைய காலத்து ஃப்ரெண்ட்ஸ் இல்லையா? നിനക്ക് ഓർമ്മയുണ്ടോ? ஞாபகம் இருக்கா? ഞാൻ ഈ സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ ആയിരിക്കുമ്പോ ഒരു ദിവസം ഞാൻ നിന്നെ വിളിക്കാൻ വന്നു. അപ്പൊ നീ എന്ത് പറഞ്ഞു? SI വിളിച്ചാലേ വരൂന്ന്. இந்த സ്റ്റേഷനുக்கு ഞാൻ താണടാ ഇപ്പൊ SI. അറിയോ? ആമടാ നിനക്ക് അറിയുന്ന എനിക്ക് ഇപ്പം പുരിയപ്പെടാ. നീ മഴ പെയ്യുന്നത് പാത്തിരിക്കോ? ഒന്നും പുരിയില്ലേ സാർ. புரியலையா? மழை பெஞ்சது பார்த்திருக்கான். அது பார்த்திருக்கு சார். அது பார்த்திருக்கா? அதுக்கு முன்னால என்ன வரும்? மின்னல் வரும் சார். மின்னல் வரும். கரெக்ட். அதுக்கு பின்னால என்ன வரும்? இடி வரும் சார். ഇവന്റെ പേരിലുള്ള കംപ്ലൈന്റ് ഫയൽ എല്ലാം എടുത്തു വരും. യെസ് സാർ. എന്താ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടുന്ന എനിക്കറിയാം. കേട്ടോന്നേ, മുമ്പൊക്കെ ഇവളുടെ പിറന്നാൾ സമ്മാനം വാങ്ങാൻ ഞാൻ വളരെ കഷ്ടപ്പെടുമായിരുന്നു. അതെന്താ? അന്നൊക്കെ ഇവൾ പാന്റ് ഷർട്ടിൽ ഉപയോഗിക്കുക. അമ്മ വന്നതിൽ പിന്നെ ഇവളുടെ സാരിയിലേക്കുള്ള ജമ്യം കാരണം എനിക്ക് ബുദ്ധിമുട്ട് കുറഞ്ഞിരിക്കുന്നു. അവൾക്കിന്ന് പിറന്നാളിനെ ഇഷ്ടപ്പെട്ട ഒരു സമ്മാനം കിട്ടിയിരിക്കുക മഹേശ്വര. എന്ത്? എവിടെ? ഞാനൊന്ന് കാണട്ടെ. പിറന്നാൾ സമ്മാനമായി അവൾക്ക് ഞാൻ എന്റെ മോനെ കൊടുക്കാൻ തീരുമാനിച്ചു. ശ്രീദേവി അമ്മയ്ക്ക് ലതയെ മരുമകളായി കിട്ടിയാൽ കൊള്ളാമെന്ന് ഒരാഗ്രഹം. അവൾക്കും അത് ഇഷ്ടമാണ്. നീ എന്ത് പറയുന്നു? ഞാനെന്ത് പറയാനാ? ഇവർ തമ്മില് നല്ല ചേർച്ചയാണ്. നടത്തി കൊടുക്കണം. നീ എവിടെ പോകുന്ന? ആഹാരം കഴിക്കും. എനിക്ക് വിശപ്പില്ല. ഞാനിതൊന്നും മാറ്റിയിട്ട് വരുന്നു. നീ എന്തിനാടാ കരയുന്നത്? കരയാതെ
പിന്നെ ഞാൻ ചിരിക്കണം. ഞാൻ എന്റെ ജീവിതം കൊണ്ട് സ്നേഹിച്ചതാണ് അവള്. ശരി, സമ്മതിച്ചു. പക്ഷെ തിരിച്ച് അവൾ നിന്നെ സ്നേഹിച്ചിരുന്നില്ലല്ലോ. അങ്ങനെ സ്നേഹിക്കണം എന്ന് നിയമമൊന്നുമില്ലല്ലോ. അവളെന്റെ മുറപ്പെണ്ണാണ്. ഓഹോ, മുറപ്പെണ്ണാണല്ലേ? എന്നാ വേഗം ചെല്ലി കല്യാണം കഴിച്ചോ. ഒട്ടും വൈകണ്ട. എന്നെ കളിയാക്കരുത്. എടാ വിഡ്ഢി, ഈ ലോകത്ത് അവസാനത്തെ പെണ്ണാണോടാ ലത. ഒരു ലതയില്ലെങ്കിൽ സീമ, അല്ലെങ്കിൽ സ്വപ്ന, അല്ലെങ്കിൽ റാണി, അല്ലെങ്കിൽ നിത്യ, അങ്ങനെ എത്രയോ പെണ്ണുങ്ങളുണ്ട്. എന്നാലും ഒരു പീക്കിരി പെണ്ണാണോ അതോ നിന്റെ പൊസിഷനാണോ നിനക്ക് വലുത്? കാക്കി യൂണിഫോം ഇട്ട് പിസ്റ്റളം പിടിച്ച് പെണ്ണുങ്ങളെ പോലെ മോഹൻ നിനക്ക് നാണമില്ലേ? ആഴത്ത് മുളവനാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. എന്താണ്? അവരെ ചെന്ന് അനുഗ്രഹിക്കണം. ഓ പിള്ളച്ചേട്ടന് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവൻ ആഗ്രഹമുണ്ടായാൽ മാത്രം മതിയോ? അവൾക്കാണെങ്കിൽ ഈ കാര്യം പറയുന്നത് തന്നെയും കരിയ. നിർബന്ധിച്ച് നടത്തുന്നത് അവന് ഇഷ്ടവുമല്ല. ഞാൻ എന്ത് ചെയ്യും? ഇതേ വിഷന്ന് ജീവൻ പോകുന്നു. മോനെ, എന്തോ? കല്യാണം കഴിഞ്ഞാൽ സുരേഷിന് ഭാര്യ വീട്ടിൽ താമസിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് നീ ഉടനെ ഒരു കല്യാണം കഴിച്ചേ പറ്റൂ. എന്നെ നോക്കാൻ ആരെങ്കിലും വേണ്ടടാ. ആലോചിക്കാം. ഈ ജോലി തിരക്കൊന്ന് കഴിയട്ടെ. ഇന്ന് കാലത്ത് 3 റൗഡികളെ ഒതുക്കി. ഇനി സിറ്റി മുഴുവൻ ഉറപ്പിക്കുന്ന ഒരു കാർ മോഷണക്കാരുണ്ട്. അവന്റെ പുറകെ പോണം. നേരെ നിന്നിട്ട് വള്ളം ഇറക്കാൻ പറ്റുമോ മോനെ? പിള്ളച്ചേട്ടാ, എങ്ങനെയുണ്ട്? അമ്മാവ, ഇവള് സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു കാണുകയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംതൃപ്തി.